ഹായ് നമസ്കാരം. +2 എക്സാംസ് എഴുതി നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണണം. ചെറിയ വീഡിയോ ആണ്. നിങ്ങളുടെ റിസൾട്ട് ഈ മാസം 22-ാം തീയതി ലാസ്റ്റിൽ വരും. നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉണ്ടാവുക തന്നെ ചെയ്യും. ശരിക്കും ഈ വീഡിയോ ഞാൻ ചെയ്യേണ്ടത് +2 എക്സാംസ് എഴുതുന്നതിന് മുന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഏത് കോഴ്സിന് പോകണം, +2 കഴിഞ്ഞ് എന്തിന് പോകണം എന്നൊക്കെ അറിയണമെങ്കിൽ +2 എക്സാംസിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ആ മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ കാര്യം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാമായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് പോകാമായിരുന്നു. ഇനി എന്തായാലും സംഭവിച്ചു. ഇനി 22-ാം തീയതി റിസൾട്ട് വരും. നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഒരു 3 കുട്ടികൾ എന്നോട് പറഞ്ഞു, സാറേ റിസൾട്ട് ഒന്നും വന്നില്ല, പക്ഷെ മൈസൂരും ബാംഗ്ലൂരും BSc നഴ്സിംഗിന്റെ സീറ്റ് കഴിഞ്ഞു, എല്ലാവരും ബുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അവരെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പാരൻസ് പാനിക്കായിട്ട് പോയി 25,000 50,000 കൊടുത്തിട്ട് ഈ കുട്ടിക്കും സീറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമാണ് എന്നെ കാണുന്നത്. പൊന്നു മക്കളെ, അങ്ങനെ ചെയ്തേക്കരുത്. നിങ്ങളെ ഈ +2 എക്സാംസ് എഴുതി കഴിഞ്ഞിരിക്കുന്ന എല്ലാ കുട്ടികളുടെയും കോണ്ടാക്ട് നമ്പറും പേരും സ്ഥലവും ഒരുപാട് കൺസൾട്ടൻസിയുടെ കയ്യിലുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നമ്പറും അതുപോലെ തന്നെ ഡീറ്റെയിൽസും അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് പല എക്സാംസും നീറ്റും എന്നൊക്കെ പറഞ്ഞിട്ടും +2 അങ്ങനെ പല എക്സാംസുകൾ എഴുതിയിട്ടാണ് അവർ നിങ്ങളുടെ നമ്പറും കോണ്ടാക്റ്റും കളക്ട് ചെയ്യുക. എന്നിട്ട് ഓരോ ടെലികോളേഴ്സിനെ വെച്ചിട്ട് നിങ്ങളെ വിളിച്ച് ആ ട്രാപ്പിലാക്കലാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അത് അറിയണം, ചെന്ന് പെടരുത്. ഈ അഡ്മിഷൻ +2 കഴിഞ്ഞുള്ള അഡ്മിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22-ാം തീയതി റിസൾട്ട് വരുമല്ലോ. ആ റിസൾട്ടിന്റെ മാർക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുള്ളൂ എവിടെയാണെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് പോവാം. BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc ബയോളജി, BSc മാത്സ്, അങ്ങനെ ഒരുപാട് പോളിമർ കെമിസ്ട്രി, അതുപോലെ ഒരുപാട് ഡിഗ്രി കോഴ്സുകളുണ്ട്. ബിടെക് പോലുള്ള കോഴ്സുകൾ വേറെയുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകളാണെങ്കിൽ എണ്ണിയാൽ തീരാത്ത അതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കോഴ്സ് കിട്ടില്ല എന്ന് പേടിച്ച് നിൽക്കണ്ട. നിങ്ങൾ ഇപ്പം പ്ലാൻ ചെയ്യേണ്ടത് ഏത് കോഴ്സിന് ഞാൻ പോകണം എന്നുള്ള പ്ലാനിങ് നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ കരിയർ ഗൈഡൻസിന്റെ ആളുകളും നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരുമ്പോഴും നിങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങളുടെ കോണ്ടാക്ട്സും അവർ കളക്ട് ചെയ്ത് നിങ്ങളെ അവരിലേക്ക് എത്തിക്കാനുള്ള കുറേ കരിയർ ഗൈഡൻസിന്റെ ടീംസും കൂടെയുണ്ട്. അതും സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അത് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആപ്റ്റായ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് റിസൾട്ട് വെയിറ്റ് ചെയ്യുക. റിസൾട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ 22-ാം തീയതി റിസൾട്ട് വന്നു. ഒരു 98% മാർക്ക് നിങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പിനുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ആരാംസെ പതുക്കെ LBS എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, പാരാമെഡിക്കലിൽ കൊടുക്കേണ്ട സൈറ്റാണ്. ഡിഗ്രി കോഴ്സിന് ഡയറക്റ്റ് നമുക്ക് കോളേജിലേക്കും അതുപോലെ തന്നെ ഓൺലൈൻ വഴിയും അപ്ലൈ ചെയ്യാം. പക്ഷെ പറഞ്ഞ പാരാമെഡിക്കൽ നിങ്ങൾ BSc നഴ്സിംഗിനോ BPTക്കോ BCVTക്കോ കാർഡിയോ പെർഫ്യൂഷനോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന OT ടെക്നോളജി, അനസ്തേഷ്യ, അതുപോലെ അങ്ങനെ ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സിന് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് LBS എന്ന് പറയുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന സയന്റിഫിക് റിസർച്ചിന്റെ സൈറ്റിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ടോ നിങ്ങളുടെ മൊബൈൽ വഴിയോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും. +2 റിസൾട്ട് വരണം. വന്നതിന് ശേഷം LBS അതിന്റെ അപ്ഡേഷൻ തരും, നോട്ടിഫിക്കേഷൻ തരും. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത് അക്ഷയ പോയി അപ്ലോഡ് ചെയ്താൽ മതി. ആ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജുകളിൽ, പാരാമെഡിക്കൽ മെഡിക്കൽ കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അതൊരു 98-99 മാർക്ക് ഉണ്ടെങ്കിലാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. ഈ വർഷം കട്ട് ഓഫ് ചെറിയ മാറ്റങ്ങളും അതുപോലെ ഇൻഡെക്സ് മാർക്ക് മാറ്റങ്ങളും വന്നാൽ ചിലപ്പോൾ 97 മുതൽ അങ്ങോട്ട് ഗവൺമെന്റ് കിട്ടുമായിരിക്കും. കൺഫർമേഷൻ ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് നമുക്ക് ആ സമയത്തെ റിസൾട്ട് വന്നിട്ടേ പറയാൻ പറ്റും. ഇനി ഒരു 95, 94, 93, 90 ഒക്കെ ഉള്ളിലാണെങ്കിൽ ഈ LBS വഴി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് അല്ലാത്ത മെഡിക്കൽ കോളേജുകളുണ്ട്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും പ്രൈവറ്റ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും, മെറിറ്റ് സീറ്റിൽ കിട്ടും. അതിനും നിങ്ങൾ LBS വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. LBS ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾ നീറ്റ് എക്സാംസ് ചെയ്ത കുട്ടികളായിരിക്കും, അവർക്ക് പ്രിവിലേജ് ഉണ്ട്, അവർക്ക് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വേറെ കോഴ്സിനൊക്കെ പോകുമ്പോൾ ഈ നീറ്റിന്റെ റാങ്ക് മാർക്ക് അനുസരിച്ചൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടും. നീറ്റ് എഴുതലും
അത്യാവശ്യം ഒരു നല്ല കാര്യമാണ്. ഇനി 90 താഴെ 80, 70, 75 ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാനേജ്മെന്റ് സീറ്റിൽ പൈസ കൊടുത്ത് വേണമെങ്കിൽ താല്പര്യമുള്ള കോഴ്സ് ആണെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. ഇനി ഇപ്പോഴേ നിങ്ങൾക്ക് അറിയാം മാർക്കൊന്നും കിട്ടില്ല, എനിക്ക് 60-65% മാർക്കേ ഉള്ളൂ എങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയിട്ട് ഇപ്പോഴേ സീറ്റ് ബുക്ക് ചെയ്തിടാം. പക്ഷെ ബുക്ക് ചെയ്തിടുമ്പോൾ ആ കോളേജിനെ കുറിച്ച് പരസ്യങ്ങളിലോ കൺസൾട്ടൻസിക്കാർ പറയുന്നോ അല്ല ശ്രദ്ധിക്കേണ്ടത്. അവിടെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ്, അധ്യാപകര്, അതുപോലെ തന്നെ INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടോ, KNC കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെ അപ്ലിക്കേഷൻ ഉണ്ടോ, അതുപോലെ തന്നെ എല്ലാ അപ്ലിക്കേഷൻസും റെഡിയാണോ, അതുപോലെ ലാബ് ഫെസിലിറ്റീസ് ഉണ്ടോ, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 4 വർഷം കഴിയാതെ തിരിച്ചു കിട്ടില്ല. അത് സൂക്ഷിക്കണം. അങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ കാളെ പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും ഓടിച്ചെന്ന് നിങ്ങൾ എവിടെ അഡ്മിഷൻ എടുക്കരുത്. റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിർബന്ധമാണ്. ശരിക്കും ഈ വീഡിയോ നമ്മൾ ചെയ്യേണ്ടത് +2 പഠിച്ചൊരു 6 മാസം കഴിയുമ്പോഴാണ്, അല്ലാതെ കഴിഞ്ഞതിന് ശേഷമല്ല. ഇനി എനിക്ക് എന്താണ് LBS എന്നും എന്താ പാരാമെഡിക്കൽ കോഴ്സ് എന്നും അത് എങ്ങനെയൊക്കെ പോകണം എന്നുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിന്റെ വഴിക്ക് വരും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഒരിക്കലും നിങ്ങൾ ഈ റിസൾട്ട് അറിയുന്നതിന് മുന്നേ പാനിക്കായി പോയി എവിടെയും വന്ന് പെടരുത്. കാരണം ഒരു 3-4 കൺസൾട്ടൻസിക്കാർ എന്നെയും വിളിച്ചിട്ടുണ്ട്. എന്റെ നമ്പർ എങ്ങനെ കിട്ടി അറിയില്ല, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ, കർണാടകയിൽ ഒരു സീറ്റും കൂടെ ബാക്കിയുള്ളൂ, ജോയിൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്തോളൂ, ഒരു എക്സാംസ് അവർ തന്നെ കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ഒക്കെ. ഒരിക്കലും ചെന്ന് പെടരുത്. പല കൺസൾട്ടൻസിക്കാരും നിങ്ങളുടെ കോൺടാക്ട് നമ്പറുമായിട്ട് നിങ്ങളെ വലയം വെച്ച് നടക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക, പാനിക്കാവാതെ നിങ്ങൾ കൈകാര്യം ചെയ്യും. ഇനി ബാക്കി